ഇത് ഞങ്ങളുടെ സിനിമ. കാലം കണക്കിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ ചികഞ്ഞെടുത്ത കഥയിലൂന്നിയ സിനിമ. ഈ സിനിമ ഞങ്ങളുടെ കഥയാണ്. ഈ സിനിമ ഞങ്ങളുടെ സിനിമയുടെ കഥയാണ്. എല്ലാ സിനിമയ്ക്കും 2 കഥകളുണ്ടാവാം. സിനിമയുടെ കഥയും സിനിമ ഉണ്ടായ കഥയും. സിനിമയിൽ ഇവ രണ്ടും ഒന്നാണ്. ഒരു സിനിമയുടെ കഥയുടെ കഥ. കഥയുടെ ആരംഭം 15 ദിവസങ്ങൾക്ക് മുൻപാണ്. കാലം കൈമാറുന്ന ദൃശ്യങ്ങൾക്കും ശബ്ദങ്ങൾക്കുമപ്പുറം ഓരോ ഹൃദയമിടിപ്പിലും ഞാൻ തൊട്ടറിഞ്ഞ എൻ്റെ ജീവിതം കൂടി തുറിച്ചു നിൽക്കുന്നു. ഓരോ നിമിഷത്തിൻ്റെയും ഓർമ്മകളിൽ. നല്ലൊരു ടീമായിരുന്നു കഴിഞ്ഞ അസൈൻമെന്റിലൊക്കെ. ഇത്തവണ ഞാൻ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. സോ ഡു സംതിങ് ഡിഫറെന്റ്. ഒരു പുതിയ ടീം, ഒരു പുതിയ ചിന്ത. എന്താടാ അത്? അല്ല, കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച. അല്ലേ അമൽ, എന്താ നമ്മുടെ പരിപാടി? നീട്ടി വെച്ചിട്ട് കാര്യമില്ല. എടാ, കാര്യമില്ലെന്നല്ല, സമയമില്ല. എന്തെങ്കിലും സ്റ്റോറി ഫിക്സ് ചെയ്തേ പറ്റൂ. അത് ശരിയാ. എങ്കിൽ സ്റ്റോറി കണ്ടുപോടാ. ഈടാ എത്ര കഥകൾ ആലോചിച്ചിട്ടുണ്ട്. ഒന്നെങ്കിലും ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതെ എങ്ങനെ നന്നായിട്ട് ചെയ്യുക? അതിൽ ഞാൻ നിന്റെ കൂടെ. ഇഷ്ടപ്പെടാതെ ഞാൻ ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ എന്താ പരിപാടി? ഈടാ 2 ദിവസം കൂടെ ഒന്ന് ശ്രമിക്കാം. മറ്റന്നാളെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് കൊണ്ടുപോവാ. ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാം. എന്താ? അത് കൊള്ളാം. സ്റ്റോറി ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ നമുക്ക് പറ്റണ്ടേ? ആക്ഷനോ റൊമാൻസോ സെന്റിമെന്റ്സോ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അതുമല്ലാതെ വേറെ കഥ കിട്ടാനുമില്ല. കിട്ടും. ശ്രമിച്ചു നോക്കാം. വി ആർ ഗോയിങ് ടു മേക്ക് സംതിങ് സ്പെഷ്യൽ. കഥയിലൊക്കെ സമ്മതിക്കണം. എന്തൊരു സ്മെല്ല്. എന്താടാ, കഥ കിട്ടിയോ? അല്ല അളിയ, ഒരു ഞണ്ട്. 2 ദിവസം ഇരുന്നും കിടന്നും വായിച്ചും എഴുതിയും വെട്ടിയും ചിന്തിച്ചും ഉറങ്ങിയും 48 മണിക്കൂർ കടന്നുപോയി. ഞാൻ പരാജിതനായിരിക്കുന്നു. ഞങ്ങൾക്കിണങ്ങിയ ഒരു കഥ കണ്ടെത്താനോ അത്തരത്തിലൊന്ന് എഴുതാനോ എനിക്കിതുവരെ കഴിഞ്ഞില്ല. വരണം വരണം ഡയറക്ടർ. ബാഗ് നേരെ സ്ക്രിപ്റ്റ് ആണല്ലേ? നോ, ചിപ്സ്. ചിപ്സ്? നിങ്ങൾ സ്ക്രിപ്റ്റ് കൊണ്ടുവരുമ്പോൾ ടൈം പാസിന്. അപ്പോൾ ഇന്ന് ടൈം പാസ് മാത്രം. എന്താടാ? അതവന് മനസ്സിലായിട്ടില്ല. എടാ, ഞങ്ങൾ ആരും ഒന്നും എഴുതിയിട്ടില്ല. അവസാനത്തെ പ്രതീക്ഷ ഇനിയായിരുന്നു. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി എന്തെങ്കിലും പ്രതീക്ഷ ഇതാണ്. ഇനിയെങ്കിലും ഒന്ന് സീരിയസ് ആവും. 3 ദിവസം വെറുതെ പോയി. ഇനി 12 ദിവസം മാത്രമേ ഉള്ളൂ. അമൽ, നമുക്കിനി സീരിയസ് ആയേ തീരൂ. ഞാൻ സീരിയസ് ആണ് ഹരി. പക്ഷേ എൻ്റെതായി ഒന്നും കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. എഴുതാനിരിക്കുമ്പോൾ വല്ലാതെ ഡിപ്രസ്ഡ് ആകുന്നു.
മൂടോട്ടാവല്ലേ, നമുക്ക് പറ്റിയ കഥ കണ്ടെത്താം. നിനക്ക് മനസ്സിലൊന്നും എഴുതാൻ പറ്റുന്ന കഥ നമുക്ക് സ്വീകരിച്ച് എനിക്കിതിനൊരാളുടെ ഹെൽപ്പ് വേണം, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളുടെ. ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്യാ? ഡാ, നമുക്ക് ഷമീർ സാറിനോട് ചോദിച്ചാലോ? അത് ശരിയാ. സാറിന് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അപ്പൊ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കാതിരിക്കില്ല. പ്രോജക്റ്റിന്റെ കഥ റെഡിയായോ? ഇല്ല സാർ. എനിക്ക് പറഞ്ഞ ടൈമിൽ തന്നെ പ്രോജക്റ്റ് കിട്ടണം. മനസ്സിലുണ്ട് സാർ, പക്ഷെ ഒന്നും എഴുതാൻ കഴിയുന്നില്ല. അമലിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാറിന് ഫിലിം ഫീൽഡ് കോണ്ടാക്ട് ഉള്ളതല്ലേ, അവർക്കാർക്കെങ്കിലും? നിങ്ങൾ എന്ത് ഹെൽപ്പാണ് ഉദ്ദേശിക്കുന്നത്? സാർ, ഒരു ഗൈഡൻസ് അത്രമാത്രം. ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാം, പക്ഷെ അയാൾ ബിസി ആയിരിക്കും. ഞാനത് വിളിച്ചു നോക്കണം. കട്ട് ചെയ്തു. ഒരുപക്ഷെ ഷൂട്ടിങ്ങിലായിരിക്കും. നമുക്ക് പിന്നെ ശ്രമിക്കാം. ഓക്കെ സാർ, ലീവ് ഇറ്റ്, സാരമില്ല. അമൽ, യു ക്യാൻ ഓവർകം ദിസ്. നമ്മുടെ ഈ കഷ്ടപ്പാട് നോക്കിയാൽ തന്നെ ഷോർട്ട് ഫിലിം എടുക്കാനുള്ളതുണ്ട്. എന്താ പറഞ്ഞേ? അല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എവനെന്താ വട്ടായ? ക്യാമറ പിടിക്കുമ്പോൾ
ഇതാണ് ഞങ്ങളുടെ സിനിമ. ഞങ്ങളുടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ സിനിമയുടെ കഥയും ഒപ്പം ഞങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ കഥയും. ഈ സിനിമയിലുള്ളതെല്ലാം ഞങ്ങൾ അനുഭവിച്ചറിയതാണ്. ഞങ്ങൾ ജീവിതത്തിൽ നിന്നും കണ്ടെത്തിയതാണ്. എല്ലാ തരത്തിലും ഞങ്ങളുടെ ചിത്രമാണ്, ഞങ്ങളുടെ കഥയാണ്. ഇതിൽ ഓരോ ഷോട്ടിലും ഞങ്ങൾ ഒരിക്കലുണ്ടായിരുന്നു. ഇതിൽ ഓരോ ദൃശ്യവും ഒരിക്കൽ ഞങ്ങളുടെ കണ്ണുകളിൽ പതിഞ്ഞതാണ്. ഞങ്ങൾ അതിജീവിച്ച സമയത്തിന്റെ ദൃശ്യമാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഇതിലുള്ള ഓരോ വികാരങ്ങളും ഒരിക്കൽ ഞങ്ങളുടെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. ഞങ്ങൾ അനുഭവിച്ച വേദനയും സ്നേഹവും ആകാംക്ഷയും എല്ലാമാണ് ഈ കഥയ്ക്ക് ജീവൻ നൽകി.